നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 99 നിന്നും 125 വളർച്ച. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്ന് പൊട്ടിപ്പാളീസാവുകയാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ദേശീയ തലത്തിൽ കൊടുക്കുന്ന ഏറ്റവും ഉറച്ച മറുപടിയാണിത്. അതെ, ശരത് പവാർ ഉൾപ്പെടെ, മമതാ ബാനർജി, ശരത് പവാർ, ജഗൻമോഹൻ റെഡ്ഡി ഉൾപ്പെടെ പഴയ കോൺഗ്രസ് വിട്ടവരെല്ലാം തിരിച്ചവരവരുടെ എംപിമാരുമായി കോൺഗ്രസിലേക്ക് എത്തുന്നു, മെർജ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ ടാലി വീണ്ടും വർദ്ധിക്കുന്നു. മമതയുടെ 29 എംപിമാരിൽ 20ഓളം പേർ NDAയിലേക്ക് ചേക്കേറാൻ ഭീഷണി മുഴക്കുമ്പോൾ യൂസഫ് പത്താൻ, മഹുവ മൊയ്ത്ര, സൈനി ഘോഷ് എന്നിവരുൾപ്പെടെ തൃണമൂൽ അല്ല, ഇനി ഈ സംസ്ഥാനത്ത് ബംഗാളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കോൺഗ്രസിൽ തന്നെ ലയിക്കേണ്ടത് അനിവാര്യമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മാതൃപ്രസ്ഥാനത്തിലേക്ക് മടങ്ങുന്നു. ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്ന, ആന്ധ്രയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖർ റെഡ്ഡി, അദ്ദേഹത്തിൻ്റെ ലെഗസി ഫോളോ ചെയ്യാൻ മകളും മകനും ഒരേ ചുവട് വയ്ക്കാൻ തയ്യാറാവുകയാണ്. അതായത് മഹാരാഷ്ട്രയിൽ ശരത് പവാറിൻ്റെ എംപിമാർ, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 9 എംപിമാർ. കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 21 എംപിമാർ ഈ 3 പ്രസ്ഥാനത്തിൽ നിന്നുമായി. 8, 9, 4 ഇങ്ങനെയാണ് 3 പാർട്ടികളും കോൺഗ്രസിലേക്ക് മെർജിക്കുന്നത്. YSRൽ നിലവിൽ ആന്ധ്രയിൽ 4 എംപിമാരാണുള്ളത്. അവർ 4 പേരും കോൺഗ്രസിലേക്ക് മെർജിപ്പിക്കാൻ വേണ്ടിയുള്ള ജഗന്റെ നിതാന്തമായ ചർച്ചകൾ, പരിശ്രമങ്ങൾ, പുതിയ ചുവടുവെപ്പിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണ്. പല കുറിയായി പല രീതിയിലേക്ക് പിളറുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് പൊട്ടിത്താഴുന്നു. ഇനി ദേശീയ തലത്തിൽ BJPക്ക് ഒരു വെല്ലുവിളിയേ അല്ല. കാലാകാലങ്ങളോളം BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ നിൽക്കും എന്ന് വിശ്വസിക്കുന്നവർക്ക് വലിയ ഇരുട്ടിടിയായിരിക്കും ഇത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. നോക്കൂ, ഏറ്റവും പ്രധാനമെന്നത് ഇവരുടെ വോട്ട് ഷെയർ അത് കോൺഗ്രസിലേക്ക്, ഗ്രാസ് റൂട്ടിലേക്ക് മെർജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിൽ കോൺഗ്രസും ശരത് പവാർ മെർജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സംസ്ഥാനത്തെ ഗതിവിഗതികൾ, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് മെർജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗതിവിഗതികൾ, അതുപോലെ തന്നെ ആന്ധ്രയിൽ ഉണ്ടാകുന്ന വലിയ വ്യത്യാസങ്ങൾ, ഇത് രാഷ്ട്രീയപരമായി പഠിക്കേണ്ടതായി ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേകം നിരീക്ഷകരെ ഈ 3 സംസ്ഥാനങ്ങളിൽ നിയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും ഫലവത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് കോൺഗ്രസ് കമ്മിറ്റിയുടെ, ദേശീയ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും ത്വരിതപ്പെടുത്തിയുള്ള തീരുമാനം എന്നതാണ് ഈ മണിക്കൂറിൽ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും ഉത്തേജകം നൽകുന്ന ഒരു ശുഭവാർത്ത.